ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റി ചാർട്ടാണ്. നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നൊരു 26,000 നല്ല രീതിക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള 100% സാധ്യതയാണ് കാണുന്നത്. ഇതാണ് നിഫ്റ്റിയുടെ പെർഫോമൻസ് എന്ന്. വൺ വേ ആണ് കേട്ടോ. വൺ വേയിൽ തന്നെയാണ് മൂവ്മെൻറ്റ് വന്ന് കാണുന്നത്. 320 പോയിൻറ്റോളം നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും എടുക്കാൻ പറ്റും. നല്ല രീതിക്ക് പ്രോഫിറ്റ് തോരുണ്ട്. നമുക്ക് ഇന്നത്തെ ട്രേഡിനെ കുറിച്ച് നോക്കി നോക്കാം. ഇത് 85,000 C ആണ്. രാവിലെ പേഡ് ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡാണ്. 257 അതിൻ്റെ പ്രൈസ് വരണത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ റെഡ് ക്യാൻഡിലില്ല. അപ്പോൾ 9:43 ആയപ്പോൾ ഓൾറെഡി നിഫ്റ്റി 26,000 ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 26,000 ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നിങ്ങൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനുള്ളൂ. ഇവിടെ നമുക്ക് റെഡ് ക്യാൻഡിൽ വരണം. ഇങ്ങനത്തെ ഒരു റെഡ് ക്യാൻഡിലൂടെ വന്ന് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു സിനാരിയോ കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോ വന്നിട്ടില്ല. പക്ഷെ അവിടെ ഞാൻ കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനത്തെ ഒരു ഹൈ റിസ്ക് ട്രേഡാണത്. ഇതുകൊണ്ട് നിഫ്റ്റിയിലത്തെ ട്രേഡും ഉണ്ട് കേട്ടോ, 2 ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. നിഫ്റ്റി പറഞ്ഞ നേരത്തെ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ ഞാൻ കാര്യം പറഞ്ഞു പോവാം സെൻസസിൽ. അപ്പോൾ ഈ ഒരു ട്രേഡ് റെഡ് ക്യാൻഡിൽ വന്നില്ല, അതൊന്നാമത്തെ കാര്യം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഹൈ റിസ്ക് ട്രേഡാണ്. നിഫ്റ്റി ആണെങ്കിലും സെൻസസ് ആണെങ്കിലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 26,000 നിഫ്റ്റി ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സെല്ലിങ് വരുന്നൊരു ഏരിയ ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ എത്തുന്ന നേരത്ത് ഹൈ എൻഡ് പ്രഷറായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം കൂട്ടി ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SL പോണ പോലെ തന്നെയാണ് പ്രോഫിറ്റും വരിക. ഒന്നെങ്കിൽ SL ഒറ്റയടിക്ക് പോകും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒരു 50 പോയിൻറ്റ് ഈസി ആയിട്ട് നിഫ്റ്റിയിൽ വരും. അല്ലെങ്കിൽ ഇതിൽ നമുക്കൊരു 200 പോയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരും. ഇതിൽ നിന്ന് നിങ്ങൾ നോക്കി മനസ്സിലാവും, ഇതൊരു 190-180 പോയിൻറ്റോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മൊമെൻറ്റം. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ കൊടുത്ത മെസ്സേജ് അതാണ്. റിസ്ക് എടുത്തവർക്ക് മാത്രമാണ് പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടില്ല. 26,000 ഹൈലി സെല്ലിങ് പ്രഷറുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഈ റെഡ് ക്യാനിൽ വന്നാലും, ഇപ്പോൾ എവിടെയാണ് റെഡ് ക്യാനിൽ വന്നതാണത്, അതിനുശേഷം മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. നല്ല രീതിക്കുള്ള മൂവ്മെൻറ്റ് തന്നെയാണ്. ഇതൊക്കെ ഫുൾ ടാർഗറ്റാണ് കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നു 26,050 C ആണ്. നേരത്തെ സെൻസസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നിഫ്റ്റിയുടെ ഇത് തന്നെയാണ് കാര്യം പറയാനുള്ളത്. അങ്ങനത്തെ ഒരു ട്രേഡ് തന്നെയാണത്. ഇത് വൺ വേയിൽ 75 പോയിൻറ്റ് പോയിട്ടുണ്ട്. മിനിമം 50 പോയിൻറ്റ് നമുക്ക് കൂട്ടിയാൽ മതി. പിന്നെ 26,100 കൊടുത്തിട്ടുണ്ടായിരുന്നു. 123 അതിൻ്റെ എൻട്രി പ്രൈസ് വരുന്നത്. എല്ലായിടത്തും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഒന്നിലും വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എല്ലാം നല്ല ടാർഗറ്റാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന 26,150 C ആണ്. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ വന്നുള്ള ട്രേഡാണ്. അതായത് ഫ്രീ ഗ്രൂപ്പിൽ കഴിഞ്ഞ ശേഷം പെയ്ഡ് ഗ്രൂപ്പ് റൺ ചെയ്യും. ആ ടൈമിൽ കിട്ടിയ ട്രേഡാണത്. 26,150 C. ഇതൊരു 37 പോയിൻ്റാണ് വന്നിരുന്നത് ടോട്ടല്. പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ ഇടയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. വൺ വേയിൽ കിട്ടിയാണ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ 37 പോയിൻ്റാണ്. 26,150 C. അതുപോലെ തന്നെയാണ് 85,400 C. 85,400 C സെൻസസ് എടുത്ത ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ 2 ട്രേഡും വേണമെങ്കിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരെണ്ണം ഹോൾഡ് ചെയ്യണോണ്ട് നമുക്ക് വേണമെങ്കിൽ സെൻസസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിഫ്റ്റി എടുക്കാണ്ടിരിക്കാം. ഫസ്റ്റ് ആക്റ്റീവ് ആയത് സെൻസസ് ആയിരുന്നു. അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്, കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി ആക്റ്റീവ് ആയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 2 വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ടിരിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം ഹോൾഡ് ചെയ്തിരിക്കാം. എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇത് 164 പോയിൻ്റാണ് ടോട്ടൽ വന്നതാണത്. 10 ട്രേഡുകളാണ് വന്നതാണത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പെയ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് മാത്രം വരുന്ന ഗ്രൂപ്പാണ്. അവിടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല വരിക. അതിനുള്ള ടൈമും ഇല്ല. നമ്മൾ സിഗ്നൽസാണ് പ്രൊവൈഡ് ചെയ്യുക. ആ സമയത്ത് വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള നേരങ്ങളില്ല. നമുക്ക് കോഴ്സായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സായിട്ട് തന്നെ ബുക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സായിട്ട് തന്നെ പഠിക്കാം. അത് വീഡിയോ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. 2 ടൈപ്പും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പിക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടതൊരു എൻട്രി പ്രൈസ് ആണ്. ഞാനിപ്പോൾ ഇത്ര നേരം കാണിച്ചത് സ്ട്രൈക്ക് ചാർട്ടാണ്. സ്ട്രൈക്ക് ചാർട്ടിലത്തെ എൻട്രികളാണ്. സ്ട്രൈക്ക് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 26,100, 26,200, 26,000 അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ സ്ട്രൈക്കുകളില്ലേ, അങ്ങനത്തെ ഓരോ സ്ട്രൈക്കിനെയാണ് സ്ട്രൈക്ക് എന്ന് പറയണത്. അപ്പോൾ അതിൻ്റെ ചാർട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. സ്പോട്ട് വെച്ചിട്ടുള്ള ട്രേഡിംഗ് അല്ല ഞാൻ പറയണത്. സ്പോട്ടിൽ ബ്രേക്കിങ്ങും കാര്യങ്ങളും വരുന്ന നേരത്തുള്ള ട്രേഡിംഗ് അല്ല. നമ്മൾ സ്ട്രൈക്കിലാണ് ഞാനൊരു പ്രൈസ് പറയണത്.
അത് നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, എങ്ങനെയാണെങ്കിലും എടുക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തിയറി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് കാര്യങ്ങൾ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ 100% നിങ്ങൾക്ക് ഒരു വിൻ റേറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ പെയ്ഡ് ഗ്രൂപ്പ് എൻ്റെ ഫ്രീ ഗ്രൂപ്പ് റൺ ചെയ്യുന്നത് 1 കൊല്ലത്തിൻ്റെ മുകളിലായിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, 1 കൊല്ലത്തിൻ്റെ മുകളിൽ ആയിട്ട് തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മാത്രമാണ്, വേറൊരു മെത്തേഡോ ഒരു ഇൻഡിക്കേറ്ററോ ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ തെറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യമില്ല. ഇൻഡിക്കേറ്റർ ഫ്രീ ആയിട്ടുള്ളൊരു പരിപാടിയാണത്. മാനുവലി നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നോക്കിയിട്ട് ട്രിഗർ എടുക്കാവുന്നതാണ്. നമുക്കത് സ്റ്റോക്കിലോ ഇന്ത്യൻ ഇൻഡെക്സ് ഓപ്ഷൻസിലോ ഫ്യൂച്ചേഴ്സിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സ്പോട്ട് ബേസിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിനും ചെയ്യാം. എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.